അൻവർ പത്രസമ്മേളനത്തിൽ ഏറ്റവും ശ്രദ്ധേയമായി വന്നൊരു കാര്യം ADGPയും ശശിയും പറഞ്ഞ് കൊണ്ടിരുന്ന ആ ഒരാൾ പെട്ടെന്ന് മുഖ്യമന്ത്രിയെ ടാർഗറ്റ് ചെയ്യുകയും ഇപ്പോഴത്തെ മുഖ്യമന്ത്രി മാത്രമല്ല ഒന്നാം പിണറായി സർക്കാരിലെ കാലത്ത് പോലും മുഖ്യമന്ത്രി കഴിവുകെട്ടവനായിരുന്നു എന്നാണ് പറഞ്ഞത്. ഉദാഹരണത്തിന് ഏറ്റവും പ്രധാനം ശിവശങ്കരന്റെ കാര്യം അദ്ദേഹം പറഞ്ഞു. ശിവശങ്കരനെ പോലെ ഒരാൾ ഇത്രയും അടുത്തിരുന്ന് സെക്രട്ടേറിയറ്റിന്റെ വളരെ അടുത്തിരുന്നു കൊണ്ട് ഇത്രയും വൃത്തികേടുകൾ മുഴുവൻ ചെയ്യുമ്പോൾ അതറിയാൻ ഇവിടെ SB ഇല്ലേ, അല്ലെങ്കിൽ IB ഇല്ലേ, ആരും ഇല്ലേ? എന്തു പറ്റി മുഖ്യമന്ത്രിക്ക് ഇത്രയും കൊള്ളരുതായ്മ മുഴുവൻ ചെയ്യാൻ? സ്വപ്നയൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തത്. സ്വപ്ന പറഞ്ഞ ആരോപണങ്ങൾ അടക്കം, സ്വർണ്ണക്കടത്ത് അടക്കം, എത്രയോ കാലം ശിവശങ്കരൻ ജയിലിൽ കിടന്നു. ഇപ്പോഴും അദ്ദേഹം ജയിലിൽ നിന്ന് പുറത്തു വരുന്നത് അദ്ദേഹത്തിന്റെ ഭാഗ്യം കൊണ്ടാണ്. കാരണം രോഗം വന്നത് ഒരു ഭാഗ്യമായിട്ട് വന്നുകൊണ്ട് മാത്രം പുറത്തു വന്നിട്ടുണ്ട്. അതുകൊണ്ട് രോഗമില്ലെങ്കിൽ അദ്ദേഹം ഇപ്പോഴും ജയിലിലാണ്. എന്ന് പറഞ്ഞാൽ ഇത്രയും കാലം ജയിലിൽ കിടക്കാൻ പാകത്തിന് തെറ്റുകൾ ചെയ്ത ഒരാൾ തന്റെ ഓഫീസിൽ ഇരുന്ന് ഈ പണി മുഴുവൻ ചെയ്യുമ്പോഴും മുഖ്യമന്ത്രി അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് ഉണ്ടായ എന്തെങ്കിലും തകരാറിനെ കുറിച്ചാൽ മാത്രമല്ല അൻവർ പറയുന്നത്, ഇതിനു മുമ്പുണ്ടായ തകരാറിനെ കുറിച്ച് കൂടിയാണ് എന്നാണ്. അൻവർ സൂചിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം RSSുമായുള്ള ബന്ധം എന്തിനാണ് എന്ന ചോദ്യമാണ്. RSSനെ പ്രീണിപ്പിക്കാൻ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ വലിയൊരു സംഘം പ്രവർത്തിക്കുന്നു എന്ന് തന്നെയാണ് അൻവർ പറയാതെ എന്നാൽ ഒരു പരിധിവരെ പറഞ്ഞുകൊണ്ട് പറയുന്നത്. എന്താ കാര്യം? ഇപ്പോ ADGPയുമായി ബന്ധപ്പെട്ട വിവാദം നമ്മൾ കേട്ടു. പണ്ട് ജയരാജനുമായി ബന്ധപ്പെട്ട ഒരു വിവാദം ഉണ്ടായിരുന്നു. ADGP 2 RSS നേതാക്കളെ, സമുന്നതരായ RSS നേതാക്കളെ കണ്ടതിന്റെ വിവരങ്ങൾ ഇപ്പൊ കേരളത്തിന് മുമ്പിൽ പുറത്തു വന്നിട്ടുണ്ട്. അതെന്തിനാണ് കണ്ടത് എന്ന് ആരെങ്കിലും പറയണ്ടേ? അത് വ്യക്തിപരമായ കാര്യമാണ് എന്ന് പറഞ്ഞു ഒതുക്കാൻ പറ്റില്ല. കാരണം RSSനോടുള്ള CPMന്റെ സമീപനം വളരെ കൃത്യമായി പ്രഖ്യാപിക്കുന്നതാണ്. അങ്ങനെ ഒരു സംഘടനയുമായി ക്രമസമാധാന ചുമതലയുള്ള ADGP 2-3 പ്രാവശ്യം കണ്ടു എന്നൊക്കെ പറഞ്ഞാൽ അത് എന്തിനു കണ്ടു എന്ന് ചോദിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാവേണ്ടതുണ്ടായിരുന്നു. കാരണം ഇദ്ദേഹം ദത്താത്രേയെ കണ്ട് പിറ്റേ ദിവസം രാവിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ, ഞാൻ മുമ്പിൽ എന്ന് പറയുന്നില്ല, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അതിന്റെ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ വിവരം വരും. ഇന്നലെ ADGP ഇന്ന സ്ഥലത്ത് പോയി, ഇന്നാളുടെ കൂടെ പോയി, ഇന്ന സ്ഥലത്ത് പോയി, ഇത്ര നേരം സംസാരിച്ചു, കഴിഞ്ഞ ADGP ഇങ്ങോട്ട് പോന്നു. ഇത് വരും. ഒരു പ്രാവശ്യം മുഖ്യമന്ത്രി ഇയാളോട് ചോദിച്ചോ എന്തിനാണ് സംഭവിക്കേണ്ടത്? മുഖ്യമന്ത്രി ആകെ പറഞ്ഞത് എനിക്ക് ദൗത്യമൊന്നുമില്ല. അത് പറഞ്ഞാൽ അങ്ങനെയൊക്കെ പറഞ്ഞാൽ ആരാ വിശ്വസിക്കുക? ഇത് ഒരു പ്രാവശ്യം ഇയാളോട് ചോദിച്ചോ താൻ എന്തിനാണ് ഞങ്ങൾ ഇത്രയും എതിർക്കുന്ന RSSന്റെ നേതാക്കളെ നിങ്ങൾ പോയി കണ്ടത്? ചോദിച്ചില്ല എന്ന് മാത്രമല്ല, അതൊരു നിസ്സാര കാര്യം എന്ന അർത്ഥത്തിൽ തള്ളുകയും, അങ്ങനെ തള്ളിയ ഒരു ഘട്ടത്തിൽ RSSുമായി പലതരത്തിലുള്ള ബന്ധങ്ങൾ ഉണ്ട് എന്നും, അപ്പൊ അൻവറിനോട് ചോദിക്കുന്നുണ്ട് ആർക്കാണ് ബന്ധം? അൻവർ പറയുന്നത് അതുകൊണ്ട് ഗുണമുണ്ടാകുന്ന ആളുകൾക്കാണ് ബന്ധം എന്ന് പറഞ്ഞാൽ ADGPക്ക് ആയിരിക്കില്ല. ADGPക്ക് ഇനി എത്ര കൊല്ലം സർവീസ് ഉണ്ടാവും? അയാൾക്ക് ഇപ്പൊ കൂടിയൊന്നും എന്ത് കിട്ടാന്? പക്ഷെ അതുകൊണ്ട് ഗുണമുണ്ടാവുന്ന ആളുകൾക്കാവും അവരായിരിക്കും ചെയ്തിരിക്കുക എന്ന് പറഞ്ഞാൽ നേരിട്ട് പിണറായി വിജയന് നേരെയാണ്. കാരണം സ്വർണ്ണക്കടത്ത് കേസും ഏറ്റവും ഒടുവിൽ മാസപ്പടി കേസും മറ്റ് നിരവധി കേസുകൾ, പല രൂപത്തിൽ ലാവലിൻ തുടങ്ങിയുള്ള കേസുകൾ അവിടെ നിൽക്കുകയാണ്. ഒരു ഡെമോക്രസിന്റെ വാൾ പോലെ മുകളിൽ തൂങ്ങി നിൽക്കുകയാണ്. അതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ കേന്ദ്ര ഭരിക്കുന്ന BJPയുടെ സഹായം വേണം എന്നത് ഒരു രഹസ്യമൊന്നുമല്ല. അങ്ങനെ ഒരു ഡീൽ ഉണ്ടാക്കി. ആ ഡീലിന്റെ അവസാനത്തെ രൂപമാണ് തെരഞ്ഞെടുപ്പിന് കുറച്ച് ദിവസങ്ങൾക്ക് മാത്രം മുമ്പ് തൃശ്ശൂർ പൂരം കലക്കിയത് എന്ന് നമ്മൾ മാത്രമല്ല CPI വിശ്വസിക്കുന്നു. അവിടെ സ്ഥാനാർത്ഥിയായിരുന്ന സുനിൽകുമാർ വിശ്വസിക്കുന്നു. അപ്പൊ അതിനെപ്പറ്റി അന്വേഷണം നടത്താൻ പറഞ്ഞു. അന്വേഷണം നടത്തിയില്ല. കുടൽപ്പണം ഒരു കേസ് ഉണ്ടായിരുന്നു സുരേന്ദ്രന്റെ പേരിൽ. ആ കേസ് എവിടെ പോയി ലോകത്തിൽ ആർക്കും അറിയില്ല, എന്തോ അറിയില്ല, പോയി. അതുപോലെ കൊടുങ്ങല്ലൂർ ഒരു കള്ളനോട്ട് കേസ് ഉണ്ടായിരുന്നു BJPക്കാർ ഉൾപ്പെട്ട. ആ കേസ് എവിടെ പോയി ഇപ്പോഴും ആൾക്കാർ എന്ന് പറഞ്ഞാൽ അൻവർ പറയുന്നത് ഇവിടുത്തെ ADGP മുതലുള്ള പോലീസുകാർ BJPയെ സഹായിക്കുന്നു, അവരുടെ വർഗീയമായി പെരുമാറുന്നു, അവർക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസും പിന്തുണ കൊടുക്കുന്നു. അതെന്തിനാണ്? അത് കൊടുക്കുന്നത് വളരെ വ്യക്തമായും മകളെയും മരുമകനെയും രക്ഷിക്കാനാണ് എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. മകളെയും മരുമകനെയും രക്ഷിക്കേണ്ട ബാധ്യതയുള്ള അർത്ഥത്തിൽ അതിൽ അദ്ദേഹം റിയാസിന്റെ പേര് എടുത്തു പറയുന്നു. റിയാസ് മാത്രം പറയുന്നത് കേട്ടാൽ മതിയോ? സത്യത്തിൽ അവിടെയാണ് അൻവർ ഒറ്റയ്ക്കല്ല നമ്മൾ മനസ്സിലാവുന്നത്. അദ്ദേഹം ഒരു ഉന്നത നേതാവിന്റെ ഉദാഹരണം പറയുന്നു.
വളരെ ഉന്നതനായ ഒരു നേതാവിനോട് അൻവർ ചോദിച്ചു, CPM നേതാവിനോട് മലബാറിൽ, നിങ്ങൾ എന്താണ് കേൾക്കുന്നത്, നിങ്ങൾ എന്താണ് മുഖ്യമന്ത്രിയോടൊന്നും പറയാത്തത്? കേരളത്തിൽ മുഖ്യമന്ത്രിക്കെതിരായി വലിയ വികാരമുണ്ട്, ഗവൺമെന്റിനെതിരായ വികാരമുണ്ട്, എന്താ പറയാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാൻ അങ്ങനെ പോയി പറയാറില്ല, ഞാൻ പറഞ്ഞാലൊന്നും കേൾക്കാറുമില്ല, അത്യാവശ്യമുള്ള കാര്യം പറഞ്ഞ് ഞാൻ തിരിച്ച് പോരും എന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഇങ്ങനെ ആയിരുന്നില്ല ഈ പാർട്ടി. അപ്പോൾ ഇത് മുഖ്യമന്ത്രിയിലേക്ക്, മുഖ്യമന്ത്രിയുടെ മരുമകൻ പൊതുമരാമത്ത് ടൂറിസം മന്ത്രിയിലേക്ക്, അല്ലെങ്കിൽ മരുമകൻ വഴി മകളുടെ ആ ഒരു കോക്കസിലേക്ക് ഇത് വന്നിരിക്കുന്നു എന്നാണ് അൻവർ പറഞ്ഞത്. ഇത് ഒരു കാര്യം ഉറപ്പാണ്, റിയാസിന്റെ രാഷ്ട്രീയ ഭാവി ഏതാണ്ട് അവസാനിക്കുക. ഇനി അത് മുമ്പോട്ട് പോകാൻ ഒരു സാധ്യതയില്ല. റിയാസിനെ ഇനി കൂടുതൽ പൊക്കിയാൽ CPM മുഖ്യമന്ത്രിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. റിയാസിനെ പതുക്കെ പതുക്കെ മാറ്റിയേ പറ്റൂ. കാരണം ആദ്യമായി മന്ത്രിയാവുന്ന ആൾക്ക് ഏറ്റവും നല്ല വകുപ്പുകൾ കൊടുക്കുകയും അത് ഷൈൻ ചെയ്യാൻ വേണ്ടി അദ്ദേഹം ഇങ്ങനെ രാജ്യം മുഴുവൻ ഓടി നടക്കുകയും ഒക്കെ ചെയ്യുമ്പോഴും ഏറ്റവും മോശപ്പെട്ട രീതിയിലുള്ള ഒരു ഇമേജ് റിയാസിനും മുഖ്യമന്ത്രി വഴി കുടുംബത്തിനും ഉണ്ടാക്കാൻ അൻവറിന് കഴിഞ്ഞിരിക്കും. ഇത് കേരള രാഷ്ട്രീയത്തിൽ, CPM രാഷ്ട്രീയത്തിൽ വലിയൊരു വരിത്തിരിവാണ്. ഏതെങ്കിലും അർത്ഥത്തിൽ CPM ഇത് മാറാൻ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ, ഈ സ്ഥിതി മാറ്റാൻ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ അവർ അൻവറിന്റെ പിന്നിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് കരുതേണ്ടത്. മറ്റൊരു ചോദ്യം, അൻവറിന്റെ പിന്നിൽ ആരാണ് എന്നതിലേക്കാണ് നമ്മൾ എത്തുന്നത്. അൻവറിന്റെ പിന്നിൽ ചില മുസ്ലിം മത തീവ്രവാദികൾ ഒക്കെയാണ് എന്നാണ് ചില ആളുകളൊക്കെ പറയുന്നത്. ഞാൻ അതിനോട് യോജിക്കുന്നില്ല. കാരണം മുസ്ലിം മത തീവ്രവാദികൾക്കൊന്നും അൻവറിനെ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അവർക്ക് ചെയ്യുന്ന വേറെ ആളുകൾ CPM തന്നെയുണ്ട്. അതിലൂടെ ഇന്ന് അവർ പോയില്ല. യഥാർത്ഥത്തിൽ ഈ വിരുദ്ധ വികാരം ഉപയോഗിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയെ തഞ്ചത്തിനടിക്കാൻ കാത്തു നിൽക്കുന്ന ആളുകൾ CPM എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. CPM തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഗവൺമെന്റിന്റെ പോക്ക് ശരിയല്ല, മുഖ്യമന്ത്രിയുടെ നിലപാട് ശരിയല്ല എന്നൊക്കെ ഉറച്ചു വിശ്വസിക്കുന്ന ആളുകൾ CPM ആ ആളുകൾ ഒളിഞ്ഞും തെളിഞ്ഞും അൻവറിന് പിന്തുണ നൽകുന്നുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അപ്പൊ അൻവറിന് അങ്ങനെ പിന്തുണ കൊടുക്കണമെങ്കിൽ അതിനവർക്ക് ചില താല്പര്യങ്ങളും. അതുകൊണ്ടാണ് പിണറായി വിജയനെതിരായി ഇത്രയും വലിയ ആരോപണം വന്നിട്ടും കേരളത്തിലെ സാംസ്കാരിക നായകന്മാർ മിണ്ടുന്നില്ല. കേരളത്തിലെ സാമൂഹ്യ വലിയ തോതിൽ RSSനെതിരായി പാചകടിക്കുന്ന ആളുകൾ മിണ്ടുന്നില്ല. ഇടതുപക്ഷത്തെ നിരന്തരമായി പിന്തുണയ്ക്കുന്ന ആളുകൾ മിണ്ടുന്നില്ല. കാരണം ഇപ്പോൾ അവർക്ക് സംശയം, പിണറായി വിജയൻ നിലനിൽക്കുമോ, അതോ ഇതോടുകൂടി പിണറായി യുഗം അവസാനിക്കുമോ, വേറൊരു യുഗം പാർട്ടിയിൽ വരുമോ, അങ്ങനെ വന്നാൽ ഈ പാർട്ടി എത്രയും ഉണ്ടാവും, ഇങ്ങനെയുള്ള വലിയ ചോദ്യങ്ങളുണ്ട്. അപ്പോൾ അൻവർ ശക്തി പ്രാപിക്കുകയാണെങ്കിൽ, അൻവർ മുന്നോട്ട് വെച്ച രാഷ്ട്രീയം വളർന്നു വരികയാണ് CPM എങ്കിൽ ഒരു സംശയവും വേണ്ട, ഒട്ടനവധി നേതാക്കൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിളർപ്പിന്റെ എല്ലാ കാലത്തും അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. ആളുകൾ ഇങ്ങനെ വേലിപ്പുറത്ത് നിൽക്കും, എവിടെയാണ് കൂടുതൽ ശക്തി എന്ന് കണ്ടാൽ ആ സൈഡിലേക്ക് ചാടും. അങ്ങനെയാണ് ചരിത്രം ഉണ്ടായിട്ടുള്ളത്. അത് ഇവിടെയും ആവർത്തിക്കും. CPM ആരുടെ കൂടെയാണ് നിൽക്കേണ്ടത് എന്ന് പരസ്പരം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അൻവറിന്റെ പിന്നിൽ ഒരുപാട് പേരുണ്ട്. സത്യത്തിൽ നേരിട്ട് വന്നില്ലെങ്കിൽ ഒരുപാട് പേരുണ്ട്. അത് പിണറായി വിജയന്റെ ശൈലിക്കെതിരായി, ഗവൺമെന്റിനെതിരായി വികാരം കണക്കിലെടുത്തുകൊണ്ട്, റിയാസിന് പ്രാധാന്യം നൽകുന്നതിന്റെ കാര്യം, RSSുമായുള്ള ബന്ധത്തിന്റെ കാര്യം, ഇതിലൊക്കെ CPM എതിർപ്പുള്ള ആളുകളുണ്ട്. അവരെല്ലാം അറിഞ്ഞോ അറിയാതെയോ അൻവറിനെ മാനസികമായും അല്ലെങ്കിൽ വേറെ രീതിയിലും ഒക്കെ പിന്താങ്ങുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെയെങ്കിൽ അൻവർ വെറും ഒരു ചെറിയ മീനല്ല. അൻവർ ഒരു ചാവേറായി പോകുന്നത് വലിയ മീനിനെ ഇരപിടിക്കാനുള്ള ഇര മാത്രമായി ചെറിയ മീനായ അൻവർ മാറുമെന്നാണ് ഞാൻ കാണുന്നത്. അങ്ങനെയെങ്കിൽ അത് CPM സംബന്ധിച്ചിടത്തോളം, അൻവറിനെ പിന്താങ്ങുന്നവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നേട്ടമാവും. കാരണം അൻവർ മുന്നോട്ട് വയ്ക്കുന്നു. അല്ല, ഇപ്പോഴുള്ള സംഘടനാ ശക്തി പൊതു രീതിയിൽ ഇപ്പോൾ ഗൗരിയമ്മയും MP രാഘവനും ഒക്കെ പിണങ്ങിയിട്ടും ഈ പാർട്ടി മുന്നോട്ട് പോയില്ലേ എന്ന് ചോദിക്കുന്നവരോട്, അവരൊക്കെ പിണങ്ങിയപ്പോൾ ശരി കൂടുതൽ പാർട്ടിയുടെ ഭാഗത്തായി. പക്ഷേ ഇപ്പോൾ ശരി പാർട്ടിയുടെ ഭാഗത്തല്ല എന്ന് സാധാരണ ജനങ്ങൾ വിശ്വസിക്കുന്നു. അതോടുകൂടിയാണ് നേരത്തെ പറഞ്ഞ കമ്മ്യൂണൽ ആയ വിഭജനം ഇതിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ അത് അതിനേക്കാൾ അപകടകരമാണ്. അൻവറിന്റെ പിന്നിൽ ആരായാലും അത് മതമൗലികവാദികളാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല.